ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. MJ Tech ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് മറീന വാക്വേലാണ്. അപ്പോൾ ഈ മറീന വാക്വേയിൽ ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു സ്ഥലത്ത് വന്നു നിന്നിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് പിടിക്കണമെന്നല്ലേ നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടേക്ക് ഇരുന്നാലും കുഴപ്പമില്ല, ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസ് പിടിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറീന വാക്വേയുടെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോശ്രീ പാലമുണ്ട്. ആദ്യത്തെ ഗോശ്രീ പാലമാണ്. അപ്പോൾ ഈ ഗോശ്രീ പാലങ്ങൾ 3 കടന്നിട്ടാണ് വൈപ്പിൻ ദ്വീപിലേക്ക് ചെല്ലാൻ പറ്റുന്നത്. വൈപ്പിൻ ദ്വീപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഒരു ദ്വീപാണ് വൈപ്പിൻ ദ്വീപ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കേരള സർക്കാരിൻ്റെ തന്നെ ഒരു ഷിപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് യാത്ര ചെയ്യാൻ പോകാനായിട്ടുള്ള ഷിപ്പൊക്കെ ഉണ്ട്. ഒരു 2000 ചില്ലാൻ രൂപയായിട്ടാണെന്ന് എനിക്ക് തോന്നണം ഒരാൾക്ക് ടിക്കറ്റ് ഫീ വരുന്നത്. എറണാകുളത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മറീന വാക്വേ എന്ന് പറയുന്നത്. അടിപൊളി ഏരിയ ഉണ്ട്. അതായത് സിറ്റിയിൽ തന്നെ ഈ കായലും കടലും എല്ലാം കൂടി ഒത്തുചേർന്നൊരു സ്ഥലം. അതായത് ഇപ്പോൾ മറൈൻ ഡ്രൈവിലാണെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ കടൽ കാണാൻ പറ്റും. അതായത് ഫോർട്ട് കൊച്ചിയും വൈപ്പിനും കൂടി ചേരുന്ന ആ ഒരു അഴിമുഖം ഉണ്ടല്ലോ, അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് അവിടെ നിന്ന് ബോട്ട് സർവീസൊക്കെ ഉണ്ട്. 1 മണിക്കൂറുള്ള ബോട്ട് സർവീസും അങ്ങനെ പല പല ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മറീന വാക്വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിഡിലെ സ്ഥലം തന്നെയാണ്. ഇവിടെയൊക്കെ നോക്കിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗൾഫ് മോഡലേക്ക് ഇരിക്കട്ടെ. ഈ വെള്ളം ഇല്ലെങ്കിൽ കണ്ടല്ലോ, അതായത് ഈ വെള്ളം കാണിക്കാണ്ട് നിങ്ങളെ ഞാൻ ഇപ്പുറത്തെ സൈഡ് മാത്രം ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ കണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്നത് ഗൾഫാണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അത്രയ്ക്ക് അടിപൊളി ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ ഒരുപാട് പിള്ളേർ കോളേജിൽ പോകണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് എന്താ പറയുക കറങ്ങിയടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, സ്റ്റീലിൻ്റെ ബെഞ്ചുകളാണിത്. കണ്ടില്ലേ, ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ബെഞ്ചുകളാണ്. ഇപ്പോൾ തന്നെ ഒരു ഇതൊക്കെ ഇളകിയ ഇതിലിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇടയ്ക്ക് ഇവിടെ പാട്ട് കേൾക്കാൻ പറ്റിയ ചെറിയ സ്പീക്കറുകളൊക്കെ വെച്ചിരുന്നു. മൊത്തമായിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ FM പോലെ ഇങ്ങനെ പാട്ട് കേൾക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ നോക്കിയിട്ട് ഈ സാധനമൊന്നും കാണുന്നില്ല. ബെഞ്ചുകളും ഇതൊക്കെ കൊള്ളാം. എന്തായാലും ഇതിങ്ങനെ ഈ പുഴയിലേക്ക് കണ്ട, ഈ പുഴയിലേക്ക് ഇങ്ങനെ ചാടി നിൽക്കണ പോലെയാണ് ഇതിൻ്റെ പണി ചെയ്തേക്കണത്. പിന്നെ നമ്മുടെ ഒരു സിനിമ പിടിച്ചിട്ടുണ്ട്, അത് അപ്പുറത്താണ്. അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അതേ പറഞ്ഞാൽ പൈപ്പിൻ ചോട്ടിലെ പ്രണയം എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്ത ദ്വീപാണ് തൊട്ടപ്പുറത്ത് കാണുന്നത്. താന്തോന്നി തീർത്തെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ റോഡ് അങ്ങോട്ട് പോകണം ശരിക്കും പറഞ്ഞാൽ പച്ചാളം ഭാഗത്തേക്കാണ്. പച്ചാളം ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂർദ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, ലൂർദ് ഹോസ്പിറ്റലിൽ ചേരാന്നല്ലൊരു അങ്ങോട്ടൊക്കെ പോകാനുള്ള റോഡാണിത്. മുമ്പൊക്കെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മറീന വാക്വേയോ ഇതുപോലെ വണ്ടികൾ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ടുള്ളൂ ഇതൊക്കെ റെഡി ആയിട്ട്. ഏകദേശം ഒരു 3-4 കൊല്ലമായിട്ടുണ്ട് ഇതൊക്കെ റെഡി ആയിട്ട്. ഇവിടെയാണ് നമ്മുടെ മറീന വാക്വേയുടെ എൻഡ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. ഓപ്പൺ ജിമ്മൊക്കെ നല്ല സെറ്റപ്പായിട്ട് പണിത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഗോശ്രീ പാലത്തിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വന്നിട്ടാണ് ഇപ്പോൾ മറീന വാക്വേയുടെ എൻഡിലെത്തിയേക്കണം. ആ എൻഡ് ഭാഗത്തായിട്ടാണ് ഈ ഓപ്പൺ ജിമ്മും അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ട് മെയിനായിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഐ ലവ് കൊച്ചി എന്ന് പറയല്ല, ആ സാധനം ഒന്ന് കാണിച്ചു തരാവാ. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കിഡിലൻ സംഭവം തന്നെ കേട്ടോ. ഇവിടെയാണ് ആദ്യമായിട്ട് വെച്ചത്. അതിന് ശേഷമാണ് നമുക്ക് കോഴിക്കോടും ഒക്കെ ഇങ്ങനെ സംഭവം വന്നത്. അത് ഈ ഭാഗത്താണ് കുറേ പിള്ളേർ കോളേജിൽ നിന്ന് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. അപ്പോൾ പോലീസ് ഇങ്ങനെ ഇടയ്ക്ക് വന്നിങ്ങനെ ചോദ്യമൊക്കെ ചെയ്യും. ഇങ്ങനെ അത് പകൽ മിക്കപ്പോഴും അങ്ങനെ ഉണ്ടാവും കേട്ടോ. അതിൽ കൊടയൊക്കെ ചൂടി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പിങ്ക് പോലീസൊക്കെ വന്ന് ചവിട്ടി നിർത്തിയിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ തയ്യാറായിട്ട് ആണെങ്കിൽ മാത്രം ഈ ഭാഗത്ത് വന്നിരുന്നാൽ മതി. അല്ലാണ്ടാണെങ്കിൽ അപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചിയിലെ മറീന വാക്വേയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.